മാഡം വെബ് എന്നൊരു സിനിമ നിങ്ങളെല്ലാവരും കണ്ട് കാണും. 2024 സോണി ഇറക്കിയ ഒരു കാവ്യമാണ് ആ പടം. സോ ഇത് അതിൻ്റെ റോസ്റ്റ് ആണെന്നോ ഇല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ആണെന്നോ ബ്രേക്ക് ഡൗൺ ആണെന്നോ എന്താണെങ്കിലും പറയാം. സോ നമുക്ക് എല്ലാവർക്കും സിനിമകളിൽ മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്, പ്ലോട്ട് ഹോൾസ് ഉണ്ടാവാറുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ടാവാറുണ്ട്. സിനിമയിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും, പക്ഷേ സിനിമയ്ക്കകത്ത് മൊത്തം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സോ സിനിമയുടെ പ്ലോട്ടിന് വേണ്ടിയെങ്കിലും സിനിമ കാണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? അതുപോലെ ഈ സിനിമയിൽ വേർത്തല്ല. ആക്ച്വലി അതുപോലെ നേരത്തെ ഉപയോഗിക്കാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് അണിനിരുന്ന ഒരു സിനിമയായിരുന്നു മാഡം വെബ് എന്നൊരു സിനിമ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്തൊക്കെ ഒരുപാട് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ട്രെയിലർ ആയിരുന്നു. നല്ല സിനിമ ആയിരിക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അല്ല. പടം തിയേറ്ററിൽ പോയി കണ്ടില്ല. കാണാത്തത് ഭാഗ്യമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സിനിമ നമ്മൾ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കാണാതിരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആൻഡ് നിങ്ങളെല്ലാം ഡെക്കോട്ടോ ജോൺസൺ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് അകത്ത് വന്നൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. സിനിമയ്ക്കകത്ത് ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മാഡം വെബിൻ്റെ കഥാപാത്രം കോമിക്സിൻ്റെ അകത്തൊരു 80-90 വയസ്സ് വരുന്ന ഒരു സ്ത്രീയാണ്, ഒരു ഓൾഡ് ലേഡിയാണ്. അവർക്ക് കണ്ണ് കാണില്ല, അതുപോലെ ഒരു ഹാൻഡിക്യാപ്ഡുമാണ്. ആൻഡ് അവർ ഈ സ്പൈഡർ യൂണിവേഴ്സിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരും. അത് സ്പൈഡർ ടോഡോ എന്നൊക്കെ പറഞ്ഞ് സ്പൈഡർ വേഴ്സിൻ്റെ അകത്തിൻ്റെ ഒരു മൾട്ടിവേഴ്സ് ഉണ്ട്. ഈ സ്പൈഡേഴ്സെല്ലാം കണക്റ്റ് ആവുന്ന ഒരു മൾട്ടിവേഴ്സ് ഉണ്ട്. അത് വലിയൊരു കഥയാണ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന അതിൻ്റെ സെൻട്രിയുള്ളൊരു കഥാപാത്രമാണ്. അതായത് ഈ സ്പൈഡർ യൂണിവേഴ്സിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും കഥാപാത്രങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് മാഡം വെബ്. ഒരു പവർഫുൾ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു സിനിമ എടുത്തുകൊണ്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നിയത്. സിംപ്ലി വേസ്റ്റ് ഓഫ് ടൈം എന്നൊന്നും പറയാം. എന്താണെന്ന് നോക്കിയാണെങ്കിൽ സിനിമയിലെ കഥയുടെ ഓപ്പണിംഗ് കാണിക്കുന്ന ആമസോണിലൊരു കാർഡാണ് കാണിക്കുന്നത്. അവിടെ ഒരു ലേഡി നോക്കിയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. അവരോട് സ്പൈഡറിനെ കുറിച്ച് എന്തോ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മളുടെ വില്ലൻ വരുന്നു. ആക്ച്വലി വില്ലൻ നമ്മളുടെ ലേഡിയെ അവരുടെ ബോഡി ഗാർഡായിട്ടാണ് വരുന്നത്. സോ അവർ നോക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്പൈഡറിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെയുള്ള ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഈ സ്പൈഡറിൻ്റെ ആ ഒരു വെനത്തിൽ നിന്ന് അവർക്ക് ഇമ്മ്യൂൺ പവറോ അവരെ സ്പൈഡർ പേഴ്സൺസൊക്കെ വിളിക്കുന്നതാണ് അവിടുത്തെ ലെജൻസൊക്കെ പറയുന്നത്, അതായത് ഇവിടുത്തെ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെ ആ ചിലന്തിയുടെ പവർ കിട്ടിയ ആൾക്കാർക്ക് ചാടാനും പറക്കാനൊക്കെ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. സോ അങ്ങനെ ഒരു ചിലന്തിയെ കിട്ടുകയാണെങ്കിൽ ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ ഇവർ കഷ്ടപ്പെട്ട് അപ്പം തന്നെ ആ ഒരു ചിലന്തിയെ കണ്ടുപിടിക്കുന്നു. സോ നമ്മളുടെ വില്ലൻ നോക്കുകയാണെങ്കിൽ ആ ചിലന്തി എടുത്തുകൊണ്ട് ഇവരെയും വെടിവെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതാണ് മെയിൻ കഥ. സോ ഏറ്റവും വലിയ കോമഡി ഈ സമയത്ത് ഈ സ്പൈഡർ പേഴ്സൺസ് പറയുന്ന ആൾക്കാർ അവിടെ വരികയും ആ ചിലന്തി എടുത്തുകൊണ്ട് പോയി അവനെ പിടിക്കൂല, പകരം വെടി കൊണ്ട് കിടന്ന ആ ലേഡി എടുത്തുകൊണ്ട് പോകും. നമ്മൾ വിചാരിക്കും നല്ല കാര്യമെന്ന് ചോദിക്കും. ആക്ച്വലി അവർ 19 പേരുണ്ട്. അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിൽ 2-3 പേർക്കെങ്കിലും ആ ചിലന്തി എടുത്ത ആളുടെ ബാക്കിൽ നോടായിരുന്നു ഇല്ല. അവർ ഈ പെൺകുട്ടി, അതായത് ഈ ഒരു പ്രഗ്നൻ്റ് ലേഡിയെ കൊണ്ടുവന്ന് അവരെ ഒരു വാട്ടർ ബ്രത്ത് നടത്തും. അവർ ചിലന്തി വന്ന് അവരെ കടിക്കുകയും ആ ചിലന്തിയുടെ പവറിൽ ആ കുട്ടി ജനിക്കും, പക്ഷേ അവർ മരിച്ചു പോകും. ആൻഡ് അടുത്ത സീനിൽ കാണിക്കുന്നത് 2003 ന്യൂയോർക്ക് സിറ്റിയാണ്. ആൻഡ് ഇപ്പോൾ ആ കുട്ടി വളർന്ന ആ കുട്ടിക്ക് 30 വയസ്സായിട്ടുണ്ട്. ആൻഡ് ആ കുട്ടി ഇപ്പോൾ ന്യൂയോർക്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ഒരു പാരാമെഡിക്കായിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ജീവിക്കുന്നുണ്ട്. ആൻഡ് അത് ഈ കുട്ടി ആമസോണിൽ നിന്ന് എങ്ങനെ ഇവിടെ വന്നു ഒന്നും കാണിക്കുന്നില്ല, എന്തോ വേണ്ടി കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുന്നു. ആൻഡ് ഇപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് ഒരു പാരാമെഡിക്കൽ വർക്ക് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഈ കഥാപാത്രം തന്നെ വല്ലാത്തൊരു രീതിക്ക് എഴുതി വെച്ചേക്കുന്ന ഒരു ഡെപ്ത് ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു മാഡം വെബിൻ്റെ കഥാപാത്രം. ഇവർ ജോലി ചെയ്യുന്നു, പക്ഷേ ഇവർക്ക് അങ്ങനെ ആരുടെ പേഴ്സണൽ സെൻറ്റിമെൻറ്റ്സ് ഒരു ഓഫണാണ്, ആരുമില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഒരു ആക്സിഡൻറ്റ് സീനിൽ പോകുന്നു. ആ സീനിൽ ഒരാൾ വണ്ടിക്കായി ട്രാപ്പായി പോകുന്നു. ഇവർ ആ ട്രാപ്പ് ഇളക്കാൻ വണ്ടിക്കകത്തൊരു ട്രാപ്പ് ഇളക്കുകയും വണ്ടി ലോക്കായി വണ്ടി വെള്ളത്തിലേക്ക് മറിയുകയും ചെയ്യുന്നു. ആൻഡ് ആ സമയത്താണ് ഇവർക്കൊരു വിഷൻ വരുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നൊരു വിഷൻ കാണുന്നുണ്ട്. ആൻഡ് ഇവർ ഏകദേശം മരിച്ചു എന്നൊക്കെ പറയുന്നത് 3 മിനിറ്റത്തേക്ക്. ആൻഡ് ആ ഒരു വിഷനിൽ ഇവർക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുവരെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇവരെ തിരിച്ച് CPR കൊടുത്ത് ഇവരെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവർ കാര്യമൊക്കെ എടുത്തില്ല. സോ അതിനുശേഷം ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്യൂച്ചറിലേക്കുള്ള ഓരോ ഗ്ലിംസുകൾ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ കിട്ടുമെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇവർ വെള്ളത്തിൽ വീഴുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു ഗ്ലിംസ് കിട്ടുന്നത്. സോ ഇത്രയും വർഷമായിട്ട് ഇവർ ഒരു തവണ പോലും ജീവിതത്തിൽ വെള്ളത്തിൽ വീണിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ ഓഫൺ ഏജിൽ വളർന്ന ഒരു ഫോസ്റ്റർ കെയറിലൊക്കെ വളർന്നൊരു അതിനെ കാണിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തവണ പോലും ഇവർ വെള്ളത്തിൽ വീണിട്ടില്ല.
എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം അങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഒരു ഗ്ലിംസ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോഴാണ് വില്ലൻ്റെ എൻട്രി കാണിക്കുന്നത്. സോ വില്ലൻ ആ ചിലന്തി എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു അതും ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല. സോ വില്ലൻ ഇപ്പോൾ വലിയ കോടീശ്വരനാണ്. പുള്ളി എങ്ങനെ കോടീശ്വരനായി നമുക്കറിയത്തില്ല. വില്ലനിപ്പോൾ ഒരുപാട് പവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ചാടാനും ഓടാനും, അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ വിഷം ഉണ്ടാക്കാനുള്ള കഴിവെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെ പൈസ കിട്ടിയെന്നോ എങ്ങനെ റിച്ചായിന്നോ ഒന്നും കാണിക്കുന്നില്ല. ആൻഡ് പുള്ളി പോയി ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുന്നില്ല, പുള്ളി ഫ്ലേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ FBI എന്നിട്ട് വർക്ക് ചെയ്യുന്നൊരു ഏജൻറ്റാണ്. അവരെ കൊന്നിട്ട് അവരുടെ കയ്യിലുള്ള ഒരു കോഡ് എടുത്തിട്ട് ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് നേടുന്നു. അത് എന്തിനാണ് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു ഡ്രീം വരികയാണ്. ആ ഡ്രീമിൽ ഒരു 3 പെൺകുട്ടികൾ, ഈ സ്പൈഡർ പവേഴ്സുള്ള 3 പെൺകുട്ടികൾ ഇയാളെ കൊല്ലും പോലെ ഇതുള്ള സ്വപ്നം കാണുന്നു. ഫ്യൂച്ചറിലെപ്പോൾ നടക്കുന്ന ഒരു സ്വപ്നമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2003 ഈ സിനിമയിലെ കാലഘട്ടം കാണിക്കുന്നത്. ഇവിടെ ഡ്രീമിൽ സ്വപ്നത്തിൽ കണ്ട ആൾക്കാരുടെ ഒരു സ്കെച്ച് വരച്ച് ആ സ്കെച്ചിലുണ്ടായിരുന്ന മുഖംമൂടി ഇറേസ് ചെയ്ത് ആ മുഖം ഒരു സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്ത് അത് പബ്ലിക്കിലുള്ള ക്യാമറയിൽ വെച്ച് സ്കാൻ ചെയ്ത് ഇവരെ ട്രാക്ക് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാ നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. എഴുതി വിടണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ചറപറ മാറിക്കൊണ്ടിരിക്കുക. എന്തിനാണിത് മാറുന്നതെന്നോ ഇതൊക്കെ എന്ത് ലോജിക്ക് വെച്ച് എഴുതിയെന്ന് എനിക്കിത് അറിയത്തില്ല. ഈ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ നിലാവത്തഴിച്ചുവിട്ട കോഴികളെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കും. ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡയറക്ടറിനും ഇതിന്റെ റൈറ്ററിനും ഒരു ഐഡിയ ഇല്ല. നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. കുറേ അടുത്ത് കുറേ കട്ട്സ് ഉണ്ട്. എന്താ പറയുക, ക്യാമറ റൊട്ടേറ്റ് ആവുന്ന കട്ട്സ്. ഒരാവശ്യമില്ലേ കട്ട്സിൻ്റെ ഒന്നും. എന്താ പറയുക, കുറേ എന്താ പറയുക, ചില സീൻസിൽ ഒരു ബന്ധമില്ല. അങ്ങനെ ബന്ധമില്ലാത്ത സീൻസിൽ ഒരു കട്ടിട്ട് ഒരു റൊട്ടേറ്റ് ചെയ്തൊരു കട്ടിടും, അപ്പോൾ അടുത്ത സീനിലോട്ട് പോകും. അത്ര തന്നെ, ഒരു മാറ്റമില്ലാത്ത കുറേ സീൻസ് ഉണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഈ മാഡം വെബിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ മരിച്ചു. അത് ഇവർ ആക്ച്വലി നേരത്തെ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇവർക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും, അത് ഇവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്യൂണറലിന് പോകാൻ നേരത്ത് ഇവർക്കൊരു വിഷം വരും. ഒരു 3 പെൺകുട്ടികളെ ഒരാൾ കൊല്ലാൻ വരുമ്പോൾ വിഷം വരും. സോ ഇവർ ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകും പോലെ കാണിക്കും. സോ ഇവരവിടെ പോയിട്ട് ടാക്സിയൊക്കെ മോട്ടിച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ നേരത്ത് സോ നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ ഒരാൾ ഒരു എന്താ പറയുക മുഖംമൂടിയിട്ട് ഒരാൾ കൊല്ലാൻ വരാൻ നേരത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മളൊക്കെ വീട്ടിൽ പോകും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസിൻ്റെ അടുത്ത് പോകും. ഇല്ല, പോലീസിൻ്റെ പോകില്ല. ഈ ടീനേജേഴ്സ്, ഇത് കാണിക്കുന്ന 3 കുട്ടികളും ടീനേജേഴ്സാണ്. ഇവരെയും കൊണ്ട് ഇവർ കാട്ടിൻ്റെ അകത്ത് പോകും. കാട്ടിൻ്റെ അകത്ത് പോയിട്ട് ഈ 3 പിള്ളേരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു 3 മണിക്കൂർ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് കുറച്ച് കാര്യം നോക്കിയിട്ട് വരുന്ന ഇവർ പോകും. ഇതെന്ത് ലോജിക്കാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാട്ടിൻ്റെ അകത്ത് 3 പെൺകുട്ടികൾ, അതൊരു ടീനേജേഴ്സിന് സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരെ കൊണ്ടുപോയി എന്താ പറയുക കാട്ടി വിട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. ആൻഡ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരാളെ കൊല്ലാൻ വരുന്നു. അതായത് എന്താ പറയുക, ചെവിരി കൂടെ നടക്കാനും ഒരാളെ കഴുത്ത് പിരിച്ച് ഞെരിച്ച് കൊല്ലാനും പറ്റുന്ന പവറുള്ള ഒരാൾ നിങ്ങളെ കൊല്ലാൻ വരാൻ നേരത്ത് നമ്മളെല്ലായിടത്തും ഒളിച്ചിരിക്കും. ഇവരൊക്കെ ആണെങ്കിൽ വിശക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ കാട്ടിൽ നിന്ന് പതുക്കെ റോട്ടിലോട്ട് വരും. റോട്ടിലോട്ട് വന്നാൽ നമ്മളെന്ത് കഴിച്ചിട്ട് പിന്നെ അവിടെ പോയി ഇരിക്കണം. അങ്ങനെയല്ല, അവിടെ പോയിട്ട് അവിടെ ഡാൻസ് കളിക്കും. അവിടെ വരും. അവിടെ വരാൻ നേരത്ത് ഇതിനു മുമ്പ് തന്നെ വില്ലന്മാർ അവിടെ വന്ന് ഇവരെ കൊല്ലും പോലെ കാണിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മളെ മാഡം വെബിന് വരുന്ന ഒരു വിഷനായിരിക്കും. സോ ആ വിഷം വെച്ചിട്ട് ഇത് നടക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരൊരു കാർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളുടെ വില്ലനെ കാർ ഇടിച്ചിടും. ആൻഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ആൻഡ് അപ്പോഴാണ് ഇവർ അമ്മയുടെ പഴയ ഡയറി ഇങ്ങനെ കിട്ടാൻ നേരത്തെ ആ ഡയറിക്കകത്ത് നമ്മളുടെ വില്ലൻ്റെ പടം ഉണ്ടാവും. അതിങ്ങനെ കുറേ കാര്യങ്ങൾ അവർ കണക്ട് ചെയ്യാൻ നേരത്തെ വിചാരിക്കും സോ നമ്മൾ ആമസോണിൽ പോകണം, അതായത് പെറുവിൽ പോകണം, അവിടെ വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവർ നേരത്തെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞൊരു കേസ് ഓൾറെഡി ഇവരുടെ പേരിലുണ്ട്. അതുപോലെ വില്ലൻ നോക്കുകയാണെങ്കിൽ ഇവരെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. വില്ലൻ നോക്കുകയാണെങ്കിൽ എന്ത് പവർഫുൾ ആണെന്ന് നോക്കുകയാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ട 3 കുട്ടികളുടെ പടം വരച്ച് അത് സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്ത് പിടിച്ച ഇയാളെ തടയാൻ വന്നൊരു പെണ്ണിൻ്റെ പടം, അതും താൻ പണ്ട് കൊന്ന സ്ത്രീയുടെ മോളാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പടം വെച്ച് സ്കാൻ ചെയ്തില്ല. ഇവർ നൈസായിട്ട് എന്താ പറയുക പെറുവിൽ പോയി അവിടെ പോയി ആ കാർഡ് കണ്ടുപിടിച്ച് സെയിം സ്പോട്ടിൽ പോകും. അതൊരു പഴയ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട്. ആൻഡ് അവിടെ പോകുന്ന നേരത്ത് ഇവർ പ്രസവിച്ച സമയത്ത് ഇവരെ രക്ഷിച്ച ആ ഒരു സ്പൈഡർ പേഴ്സൺ അവിടെ വരികയും ഇവരെ ബാക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട കഥ നമുക്കൊന്നും കൂടെ കാണിച്ചു തരും, അത്ര തന്നെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക്, അതായത് മാഡം വെബ് എന്ന് പറയുന്ന ക്യാരക്ടറിന്
പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വയറ്റിയിരിക്കുമ്പോൾ തന്നെ ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. സോ ഈ കുട്ടിക്കുള്ള ക്യൂറിന് വേണ്ടിയാണ് ആക്ച്വലി ഇവരുടെ അമ്മ കാട്ടിൽ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ടതെന്നൊക്കെ പറയും. അതിനുശേഷം ഇവരുടെ സ്പൈഡർ പവർ അത് കണ്ടുപിടിക്കും. ഇവർക്ക് ഈ ആക്ച്വലി മാഡം വെബിൻ്റെ പവർ എന്ന് പറയാൻ നേരത്ത് ഇവർക്ക് ആ ഒരു സ്പൈഡർ വേഴ്സിൻ്റെ അകത്തുള്ള എല്ലാ സ്പൈഡേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പവറാണ്, മോസ്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇത് ഈ പറയുമ്പോഴത്തെ പവറൊന്നുമില്ല. ഇവർക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കോമിക്സിൻ്റെ അകത്ത്, എൻ്റെ അറിവിൽ. ഇനി പുതിയ പവേഴ്സ് വന്നോന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ക്ലൈമാക്സ് സീനിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബെൻ പാർക്കർ, നമ്മളെ പീറ്റർ പാർക്കറിനെ അതുപോലെ തന്നെ മേരിയെയും കാണിക്കുന്നുണ്ട്, നമ്മളുടെ സ്പൈഡർമാൻ്റെ അമ്മ. ഇവരൊക്കെ എന്തിന് കാസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തോനോ വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ. ആൻഡ് അങ്ങനെ നമ്മളുടെ നായികയ്ക്ക് പെറുവിൽ പോകാൻ വേണ്ടിയിട്ട് ഇവരെ ബെൻ പാർക്കറിൻ്റെ അടുത്താക്കിയിട്ട് പോയിട്ടുണ്ടാവും. ആൻഡ് ഇവരിപ്പോൾ ഒളിച്ച് താമസിക്കുകയാണ്. അതായത് ഈ 3 കുട്ടികൾ ഇപ്പോൾ ഒളിച്ച് താമസിക്കുകയാണ്. സോ പെട്ടെന്ന് നമ്മളുടെ മേരിക്ക്, അതായത് പീറ്റർ പാർക്കറിൻ്റെ അമ്മയ്ക്ക് പ്രസവ വേദന വരും. അത് പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ പീറ്റർ പാർക്കർ അവരെ വയറ്റുണ്ട്, അത് സ്പൈഡർമാൻ ഇപ്പോൾ അവരെ വയറ്റുണ്ട്. സോ പെട്ടെന്ന് അവർക്ക് പ്രസവ വേദന വരും. സോ ഒരു ആശുപത്രി കൊണ്ടുപോകണം. സോ ഈ 3 കുട്ടികളെയും ഒരു മേർഡറർ, അതായത് ഒരു കൊലപാതകയെ കൊല്ലാൻ നടക്കുകയാണ്. സോ നമ്മളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 3 പേര് വീട്ടിൽ തന്നെ ലോക്ക് ചെയ്തിരുന്നോ, ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻലോയെ ആശുപത്രി കൊണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെയല്ല, ഇവരെല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് ആശുപത്രിയിൽ പോകാൻ നോക്കും. അതും ക്യാമറയൊക്കെ ഉള്ളിടത്ത് ക്യാമറയിൽ മുഖം കാണിച്ചിട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? പിന്നെ ഇവരെ ബോംബിട്ട് കൊല്ലാൻ വേണ്ടി വരുമ്പോൾ നമ്മളെ നായിക ഒരു ആംബുലൻസ് എടുത്തുകൊണ്ട് വന്ന് ആംബുലൻസ് വില്ലൻ നെഞ്ചത്തോട് ഇടിച്ച് കയറ്റും. ഇവരുടെ മെയിൻ പവർ ആൾക്കാരെ വണ്ടി ഇടിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ്. വേറെ ഒരു പവർ ഇവർക്കില്ല. അതും ആ സീൻ ലിറ്ററലി കണ്ടാൽ അറിയാം, അങ്ങേര് ചുമ്മാ നിന്നാൽ പോലെ വണ്ടി ഇടിക്കില്ല. മനഃപൂർവ്വം വന്ന വണ്ടിയുടെ മണ്ടയിൽ ചാടി ഇടിച്ചതുപോലെ കാണിച്ചുണ്ടാവും. ആൻഡ് ക്ലൈമാക്സ് സീനിൽ ഒരു പെപ്സി ഫാക്ടറിക്കകത്തൊരു ഫൈറ്റ് കിടക്കും. ഈ സിനിമയ്ക്ക് പെപ്സിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു. ഈ പെപ്സിയുടെ പരസ്യം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അധികമായിട്ട് തന്നെ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് കുറച്ച് അധികമായിട്ട് കാണാൻ പറ്റുന്നു പെപ്സിയുടെ. ആൻഡ് അവിടെ ഒരു ഫയർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് അവിടെ നമ്മളുടെ ഈ മാഡം വെബിൻ്റെ പുതിയ പവർ, അത് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പവറൊക്കെ വെച്ചിട്ട് നമ്മളുടെ വില്ലനെ തോപ്പിക്കുകയും അവസാനം വില്ലൻ്റെ മണ്ടേ കൂടെ കുറേ ഇരുമ്പ് കഷ്ണം വന്ന് വീണ് വില്ലൻ മരിക്കും പോലെയും കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതെങ്ങനെ വില്ലനായി? പുള്ളി പുള്ളിക്ക് ചെറുപ്പത്തിൽ ആരും സഹായിച്ചില്ല, അതുകൊണ്ട് പുള്ളി വില്ലനായെന്ന് പറയുന്നത്. പുള്ളി എങ്ങനെ വില്ലനായി? പുള്ളി എങ്ങനെ ഈ പവർ കിട്ടി? പുള്ളിക്ക് ചിരന്തി കടിച്ചോ? പുള്ളി എങ്ങനെ ഇത്രയും പണക്കാരനായി? പുള്ളി എന്തിനാ ഈ തന്നെ കൊല്ലാൻ നടക്കാൻ? പുള്ളി തന്നെ കൊല്ലാൻ നടക്കണം. കാരണം സാധാരണ പണക്കാരൻ വില്ലന്മാരൊന്നും സ്വയം ഇറങ്ങി വന്ന് ആരെയും കൊല്ലത്തില്ല. സാധാരണ അവർ കൂടെയുള്ള ആൾക്കാരെ വിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ ഇവിടെ പുള്ളി തന്നെ ഇറങ്ങി വന്ന് പുള്ളി തന്നെ ആ സ്പൈഡർ സൂട്ടിട്ട് പുള്ളി തന്നെ കൊല്ലാൻ പോകും. അതായത് പുള്ളിയൊക്കെ സ്പൈഡർ സൂട്ട് പെട്ടെന്ന് മാറുന്നത്. എത്ര പെട്ടെന്ന് മാറുമെന്ന് പുള്ളിക്ക് തന്നെ അറിഞ്ഞൂടാ. നിബിളിൽ സൂട്ട് മാറും, അത് കാണിക്കത്തൊന്നുമില്ല. പുള്ളി ഡ്രസ്സിൻ്റെ അകത്ത് സൂട്ട് ഇട്ടതുപോലും കാണിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ക്ലൈമാക്സ് സീനിൽ നമ്മളെ മാഡം വെബ്, അതായത് നമ്മളെ മാഡം വെബ് വെള്ളത്തിൽ വീഴും പോലെ ഇവരെ കണ്ണിൻ്റെ കാഴ്ച പോലെ കാണിച്ചിട്ടുണ്ടാവും. കാരണം കോമിക്സിൻ്റെ അകത്ത് ഇവർ അങ്ങനെയാണ്, കണ്ണിൻ്റെ കാഴ്ച പോയി ഇവർ പാരലൈസ് ആകുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മളെ മാഡം വെബ് ഒരു കസേരയിൽ ഒരു ബസ്സിൻ്റെ ഒരു സ്ക്രീനിൻ്റെ പോലെ കണ്ണാടി എടുത്ത് വെച്ച് കസേര ഇരിക്കുന്നതും ഇവർക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റുന്നതും ഇവർ 3 പേര് സ്പൈഡർ വുമൻസ് ആവുന്നതൊക്കെയാണ് കഥ. ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്കകത്ത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് അവരുടെ സൂട്ടിട്ട് നിൽക്കുന്നത് എത്ര സീൻ വരും? 2 സീനിലാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തുടങ്ങാൻ നേരത്ത് നമ്മളുടെ വില്ലന് വരുന്ന ഒരു വിഷൻ, അതിൽ ഇവർ സൂപ്പർ സ്പൈഡർ ഗേൾസ് സൂട്ടിട്ട് നിൽക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ക്ലൈമാക്സിൽ നമ്മളെ മാഡം വെബിന് വരുന്ന വിഷനിലും ഇവർ സൂട്ടിട്ട് നിൽക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. കാരണം ഇങ്ങനൊരു പടമൊക്കെ എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം സോണിക്കുണ്ടോ? മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല. ആൻഡ് ഇത് വേർത്ത് വാച്ചൊന്നും അല്ല, ഇതൊരു വേസ്റ്റ് ഫിലിമാണ് ഞാൻ കണ്ടതിൽ. ഇത് വെച്ച് നോക്കാത്ത മറ്റേത് കുറച്ച് ഭേദമായിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. ഇതിന് മുമ്പ് വന്ന സിനിമകളൊക്കെ സോണിയിൽ നിന്ന് വന്നാൽ ഇത് ഭയങ്കര വേസ്റ്റായി പോയി. ഒരു തരത്തിലും എന്താ പറയുക, ഈ മാഡം വെബിൻ്റെ കഥാപാത്രമൊക്കെ ഈ സ്പൈഡർമാനായിട്ട് കണക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. ഈ കഥാപാത്രത്തിന് ആക്ച്വലി സ്പൈഡർമാൻ ഇല്ലാതെ കഥ പറയുക കുറച്ച് പാടാണ്. അതാദ്യം മനസ്സിലാക്കാനുള്ള കഴിവ് സോണി കാണിക്കണം, ഇങ്ങനെ മണ്ടത്തരം മാത്രം കാണിക്കരുത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിരുന്ന് കാണുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് വിഷ്ണു സൈനിങ് ഓഫ്. ജോസഫേ, എന്തുവാണത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ